ജമ്മു കശ്മീരിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ സൈന്യം നടത്തിയ ഷെല്ലാക്രമണത്തിൽ 4 കുട്ടികളടക്കം 15 പേർ കൊല്ലപ്പെട്ടു. സംഭവത്തിൽ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. പൂഞ്ച് ജില്ലയിലാണ് കനത്ത ആക്രമണമുണ്ടായത്. ഇന്ത്യയുടെ ഓപ്പറേഷന് ശേഷം കനത്ത ജാഗ്രതയിലാണ് ഇന്ത്യൻ അതിർത്തി. ഇന്ത്യക്ക് തിരിച്ചടി നൽകാൻ സൈന്യത്തിന് പാക് പ്രധാനമന്ത്രി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, അതിർത്തി അശാന്തമായി തുടരുകയാണല്ലോ. കനത്ത ജാഗ്രതയിലാണ് രാജ്യം. അപ്പോഴും സൈന്യത്തിന് പാക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത് തിരിച്ചടി എന്ന് തന്നെയാണോ? എങ്ങനെയാണ് വരും മണിക്കൂറുകളെ പ്രതീക്ഷിക്കേണ്ടത്? പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടാകുന്നത് ഇതാദ്യമല്ല. പ്രത്യേകിച്ച് പഹൽഗാം സംഭവം ഉണ്ടായതിനു ശേഷവും പാകിസ്ഥാൻ ഇത്തരത്തിൽ തന്നെ വലിയ രീതിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടൊരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ ശക്തമായി നമ്മൾ മറുപടി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും വലിയ മുറിവേറ്റ സമയമാണ്. പ്രത്യേകിച്ച് ഒരുപക്ഷെ പാകിസ്ഥാൻ വളരെ സുരക്ഷിതമായി സംവിധാനം ഒരുക്കിയിരുന്ന ഭീകരവാദികളുടെ കേന്ദ്രങ്ങളാണ് നമ്മൾ അതിവിദഗ്ധമായി ആക്രമിക്കുന്നത്. 26 മിനിറ്റോളം മാത്രം നീണ്ട വളരെ ആസൂത്രിതമായ ഒരു നീക്കമായിരുന്നു. ആ നീക്കത്തിൽ പാകിസ്ഥാൻ ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ മറുപടി തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വീണ്ടും പ്രകോപനം ഉണ്ടാക്കുന്ന നടപടി ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും നമ്മൾ കൂടുതൽ ജാഗ്രതയോടെ പോകുന്നത്. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ അമിത്ഷാ ഇപ്പോൾ ഏതാനും സമയങ്ങൾക്ക് മുൻപ് തന്നെ, അതായത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന അതിർത്തി പരിസരങ്ങളോട് ചേർന്നിട്ടുള്ള സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുമായും DGPമാരുമായും ഒപ്പം തന്നെ അത് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അങ്ങനെയാണെങ്കിലും അത്തരം പ്രധാനപ്പെട്ട സംവിധാനങ്ങളുമായി എല്ലാം തന്നെ ഇപ്പോൾ ഒരു വീഡിയോ കോൺഫറൻസ് സംവിധാനത്തിലൂടെ രാജ്യത്തിന്റെ നിലപാട് അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ഭീഷണിയെയും നേരിടാൻ നമ്മൾ സജ്ജമാണെന്ന് മുഖ്യമന്ത്രിമാർക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. അതുകൊണ്ട് തന്നെ സൈന്യത്തിന് സമാനമായ ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏത് തരത്തിലുള്ള തിരിച്ചടി, ഏത് തരത്തിൽ പ്രകോപനം ഉണ്ടായാലും അതിനേക്കാൾ ശക്തമായി തിരിച്ചടിക്കാനുള്ള നിർദ്ദേശം സൈന്യത്തിന് നൽകിയിരിക്കുന്നു. സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു അധികാരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. വളരെ കൃത്യമായി ഇതിന് മറുപടി നൽകും. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടത്, നമ്മൾ ഈ ആക്രമണം, അതായത് പെഹൽഗാമിന് നമ്മൾ മറുപടി നൽകി തിരിച്ചടി നൽകുമ്പോൾ ഒരു ഘട്ടത്തിലും പാകിസ്ഥാൻ സൈന്യത്തെയോ അവിടുത്തെ സാധാരണ ജനങ്ങളെയോ ലക്ഷ്യമിട്ടിരുന്നില്ല എന്നതുകൂടി ചേർത്ത് വായിക്കണം. അത് തന്നെയാണ് ആ വാർത്താ സമ്മേളനത്തിൽ ആകെ തന്നെ പറഞ്ഞത്. പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് ആക്രമിച്ചത്. അതിന് എന്തിനാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ മറ്റൊരു നിലപാട് എടുക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് വളരെ കൃത്യമായി ഇതുവരെ നമ്മൾ ഉന്നയിച്ച കാര്യങ്ങൾ ശരിവെക്കുകയാണ്. പാകിസ്ഥാൻ തന്നെയാണ് വെള്ളവും വളവും എല്ലാം കൊടുത്ത് ഈ ഭീകരവാദികൾക്ക് അവസരമൊരുക്കി അതിനുള്ള സംവിധാനം ഒരുക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഇത്തരമൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ ആ രീതിയിൽ കാണാതെ തിരിച്ചടിക്കാൻ അല്ലെങ്കിൽ പ്രതികാരം ചെയ്യാനുള്ള നീക്കം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ സൈന്യത്തിന് അധികാരം നൽകുന്നതിലേക്ക് പാകിസ്ഥാൻ നിലപാടെടുക്കുന്നത്. ഏതായാലും അതിശക്തമായി പ്രതികരിക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിർദ്ദേശം പോയിരിക്കുന്നു. ഒപ്പം തന്നെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾക്ക് ഒപ്പം തങ്ങളുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. സൈന്യം എല്ലാ സുരക്ഷിതത്വവും ആ സംസ്ഥാനത്തിനും അവിടുത്തെ മുഴുവൻ ജനങ്ങൾക്കും നൽകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്.